വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ടിലുള്ള ലിൻഡിൻ്റെ ഔട്ട്ലെറ്റിലാണ്. എൻ്റെ പുറകിലാണ് എന്താണ് ലിൻഡിൻ്റെ ഔട്ട്ലെറ്റ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പോൾ ഇതാണ് ഫ്രാങ്ക്ഫർട്ടിലെ ലിൻഡിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നത് കാരണം എല്ലാവരും ചോക്ലേറ്റ്സ് വാങ്ങിക്കാനുള്ള തിരക്കിലായിരുന്നു. ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള ചോക്ലേറ്റ്സ് മേടിക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു. ഈ ഒരു ലിൻഡിൻ്റെ സെക്ഷനിൽ പല ടൈപ്പ് ചോക്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് പല ഫ്ലേവേഴ്സിലുള്ള പല ടൈപ്പ് ചോക്ലേറ്റ് ആണ് ഈ ഒരു സെക്ഷനിലുള്ളത്. കാണുമ്പോൾ നമുക്ക് നല്ല കൊതിയാവും. ലിൻഡിൻ്റെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അത്രയും ടേസ്റ്റാണ്, അടിപൊളിയാണ്. അതിൻ്റെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് പുതിയ എഡിഷൻസ് ആണോ എന്ന് അറിയില്ല, കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഇവിടെ അട്രാക്ട് ചെയ്തത് ഇത് ഈ ഒരു സംഭവമാണ്, ലിൻഡിൻ്റെ ചോക്ലേറ്റിൻ്റെ ഈ ചോക്ലേറ്റ് ഒഴുകുന്നതും കാണാനായിട്ട് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഇതാ ഞാനിവിടെ ചോക്ലേറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് അവിടെ നിന്നിട്ട്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ പാക്കറ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് അതിലാവശ്യമുള്ള മിഠായികൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇടാം. ഇങ്ങനെ നമ്മൾ മിഠായികൾ സെലക്ട് ചെയ്തിട്ട് ഈ കവറിൽ ഇട്ട് കഴിഞ്ഞ് കൗണ്ടറിൽ കൊടുത്താൽ മതി. അപ്പോൾ അവർ അതിൻ്റെ ഗ്രാമിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മുടെ അടുത്ത് റേറ്റ് പറയുന്നത്. സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് എഡിഷൻ ആയിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ, അതുപോലെ ടെഡി ബിയേഴ്സ്, അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് അവർ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള റിബൺ വെച്ച് കെട്ടിയിട്ടുള്ള ചോക്ലേറ്റ് ബോക്സുകളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ടൈപ്പ് ചോക്ലേറ്റ് നമുക്ക് ക്രിസ്മസിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ ഇതാ അപ്പം ഞാൻ എൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. 2 ചോക്ലേറ്റാണ് ഞാൻ വാങ്ങിയത്. ഒന്ന് ലിൻഡിൻ്റെ ബാറും പിന്നെ ലിൻഡിൻ്റെ ആ വലിയ ഒരു ചോക്ലേറ്റും. ഈ ലിൻഡിൻ്റെ ബാർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അത്രയും ടേസ്റ്റ് ആയിരുന്നു ഈ ചോക്ലേറ്റ് കഴിക്കാനായിട്ട്. ഷോപ്പിൽ പോയി ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ചോക്ലേറ്റ് ഒക്കെ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ടിലുള്ള ലിൻഡിൻ്റെ